എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പബ്ലിക് എക്സാം 2025 ഈ വർഷം വിജയ ശതമാനം കുറയും. വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥിനികൾക്ക് നിരാശ നൽകുന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വർഷം കൂടുതൽ പേർ തോൽക്കും, റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും, റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. പ്ലസ് ടു പബ്ലിക് എക്സാം 2025 ഈ വർഷം വിജയ ശതമാനം കുറയും. കാരണം നമ്മൾക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്ത വിദ്യാർത്ഥികളെ നിരാശപ്പെടുന്നതാണ്. കാരണം കെമിസ്ട്രി പോലുള്ള പരീക്ഷകളുടെ വാല്യുവേഷൻ ലിബറൽ വാല്യുവേഷൻ അല്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഡബിൾ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള സയൻസ് വിഷയങ്ങൾക്ക് പലതും ഡബിൾ വാല്യുവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കെമിസ്ട്രി പോലുള്ള പല വിഷയങ്ങളും ഡബിൾ വാല്യുവേഷൻ. അങ്ങനെ വരുമ്പോൾ ഈ ഡബിൾ വാല്യുവേഷനുള്ള വിഷയങ്ങൾ 2 അധ്യാപകരുടെ കയ്യിൽ കൂടി പേപ്പർ കടന്നു പോകും. 2 അധ്യാപകരുടെ കയ്യിൽ കൂടി പേപ്പർ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥിനികളുടെ പേപ്പർ ഒരിക്കലും ലിബറൽ വാല്യുവേഷനായി അധ്യാപകർ നോക്കുകയില്ല. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലിബറൽ വാല്യുവേഷൻ അല്ല. അതുകൊണ്ട് തന്നെ 2 അധ്യാപകരുടെ കയ്യിൽ കൂടി പേപ്പർ കടന്നു പോകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പേപ്പർ ഒരിക്കലും ലിബറൽ വാല്യുവേഷൻ ആകില്ല. പിന്നെ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ അധ്യാപകർക്ക് പോലും ചോദ്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രി പരീക്ഷകളിൽ നിന്നൊക്കെ വന്നത്. അധ്യാപകർക്ക് പോലും ചോദ്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾക്കെല്ലാം പല വിഷയങ്ങൾക്കും ഈ വർഷം വിജയ ശതമാനം കുറയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൂടുതൽ പേർക്ക് തോൽവി സംഭവിക്കാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് തന്നെ. വിദ്യാർത്ഥികൾക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നിരാശ ഉണ്ടാകാം. പക്ഷെ വാസ്തവം എന്താണെന്നും സത്യാവസ്ഥ എന്താണെന്നും പ്രിയ വിദ്യാർത്ഥിനികൾ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? എനിക്ക് വിദ്യാർത്ഥികളോട് പറയുന്നത് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുക. എന്തായാലും ഞാൻ ഒരു കാര്യം പറയുന്നത്, എത്ര ശതമാനം വിജയ ശതമാനം കുറഞ്ഞാലും എത്ര പേര് തോറ്റാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങൾക്ക് തോൽവി ഉണ്ടാവില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് എന്നൊരു കാര്യം നിങ്ങൾ ഉറപ്പായും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കില്ല മക്കളെ, നിങ്ങൾ ജയിക്കും. വിദ്യാർത്ഥിനിയായാലും നിങ്ങൾ പ്ലസ് ടു മെയിൻ എക്സാമിന് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഉത്തരക്കടലാസിൽ നിങ്ങൾ പഠിച്ച്, ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ച് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോക്കില്ല, അത് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. എത്ര തോൽവി കൂടുമെന്ന് പറഞ്ഞാലും, എത്ര വിജയ ശതമാനം കുറയുമെന്ന് പറഞ്ഞാലും, എത്ര ലിബറലായിട്ട്, ഇപ്പം ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണെങ്കിൽ എത്ര കടുപ്പിച്ച് സ്ട്രിക്റ്റ് വാല്യുവേഷൻ എത്രത്തോളം കടുപ്പിച്ച് നടത്തിയാലും നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ തെറ്റിടാനൊരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയ്ക്കോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച വിദ്യാർത്ഥികളെ, നിങ്ങളെ ഈ വാർത്ത ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്ലസ് ടുവിന് നല്ല മാർക്ക് വേണം, നല്ല രീതിയിൽ എനിക്ക് പ്ലസ് ടു ജയിക്കണം എന്നിങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിഷമിക്കേണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിജയ ശതമാനം കുറഞ്ഞാലും എത്ര പേർ തോറ്റാലും നിങ്ങളെ അതൊന്നും ബാധിക്കില്ല. റിസൾട്ട് മെയ് 12, അതായത് മെയ് മാസം 2nd വീക്ക് പുറത്തു വിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് 12-ാം തീയതിക്കുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്നാണ്. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ kerala-results.nh.in, kite.kerala.gov.in എന്നിങ്ങനെ പല വെബ്സൈറ്റുകളിലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ kerala-results.nh.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ DHSC റിസൾട്ട് 2025 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. എന്തായാലും ഒരു കാര്യം
ഉറപ്പിച്ച് പറയുന്നു. കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളുടെ വാല്യുവേഷൻ ഒരിക്കലും ലിബറൽ അല്ല. അധ്യാപകർക്ക് പോലും കൺഫ്യൂഷൻ, അധ്യാപകർക്ക് പോലും ഉത്തരം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേട്ടതാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു, കഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. ഞാനൊരു കാര്യം ചെയ്യാം, ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയ ശതമാനം ആശംസിക്കുന്നു. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കരേത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.